ചരിത്രത്തിന്റെ താളുകളിൽ എന്നും അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു മഹാസംഭവത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ശത്രുരാജ്യങ്ങളായ ചൈനയുടെയും പാകിസ്ഥാന്റെയും ഉറക്കം കെടുത്തുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വരെ കണ്ണ് തള്ളിപ്പോകുന്ന ഒരു വമ്പൻ വാർത്തയാണ് ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ രംഗത്ത് നിന്നും പുറത്തു വരുന്നത്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്നും ചെറിയൊരു തോക്കിനോ മറ്റോ വേണ്ടി കൈ നീട്ടിയിരുന്ന ഇറക്കുമതി മാത്രം ചെയ്ത് ശീലിച്ച പഴയ ഇന്ത്യ അല്ല ഇന്നുള്ളത്. ഇതാ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആത്മനിർഭർ ഭാരതത്തിലേക്ക് കുതിക്കുന്ന, ലോകത്തിനു മുന്നിൽ നെഞ്ചുവിരിച്ചു നിൽക്കുന്ന പുതിയ ഇന്ത്യയാണ്. ശത്രുക്കൾക്ക് മുന്നിൽ അതിശക്തമായ ആയുധങ്ങൾ നിരത്തി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന യാഥാർത്ഥ്യം വിദേശ മാധ്യമങ്ങൾ പോലും അമ്പരപ്പോടെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. UAE ഉൾപ്പെടെയുള്ള വൻ ശക്തികൾ ഇന്ന് ഇന്ത്യൻ ആയുധങ്ങൾക്ക് വേണ്ടി നമ്മുടെ വാതിലിൽ മുട്ടുകയാണ്. എന്താണ് ഈ മഹാമാറ്റം? വിമർശകരുടെ വാ അടപ്പിക്കുന്ന വാർത്ത എന്താണ്? നമുക്ക് വിശദമായി പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ആ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് വരാം. അങ്ങ് ഗൾഫ് മേഖലയിൽ നിന്ന് കേൾക്കുന്ന വാർത്തകൾ ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് വലിയൊരു കുതിച്ചുചാട്ടമാണ് സമ്മാനിക്കുന്നത്. UAE സ്വന്തമാക്കാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ഇന്ത്യയുടെ അഭിമാനമായ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകളും ആകാശ് തീർ വ്യോമ പ്രതിരോധ സംവിധാനവുമാണ്. ഇതിനായുള്ള ചർച്ചകൾ ഇപ്പോൾ അവസാന ഘട്ടത്തിലാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബ്രഹ്മോസ് മിസൈൽ തന്നെ തങ്ങളുടെ സുരക്ഷയ്ക്കായി വേണമെന്ന് UAE തീരുമാനിക്കുകയായിരുന്നു. ശബ്ദത്തേക്കാൾ 3 ഇരട്ടി വേഗതയിൽ, അതായത് മാക് 3 വേഗതയിൽ പറന്ന് ശത്രുവിനെ തകർക്കാൻ ശേഷിയുള്ള ബ്രഹ്മോസ് സ്വന്തമാക്കാൻ UAE താല്പര്യം കാണിക്കുന്നത് ചൈനയെയും പാകിസ്ഥാനെയും ഒരേപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. തങ്ങളുടെ അതിർത്തികൾക്ക് കാവലായി ഇന്ത്യൻ ആയുധങ്ങൾ എത്തുന്നത് അറബ് ലോകത്ത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വാധീനം എത്രത്തോളം വർദ്ധിപ്പിച്ചു എന്ന് വ്യക്തമാക്കുന്നതാണ്. പഴയ ഇന്ത്യയെയും ഇപ്പോഴത്തെ ഇന്ത്യയെയും കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന വിമർശകർക്കുള്ള ഏറ്റവും വലിയ മറുപടിയാണ് ഈ മാറ്റം. നമ്മൾ ഒരു കാലത്ത് ചരിത്രം പഠിച്ചപ്പോൾ പല വിദേശികളും പഠിപ്പിച്ചത് ഇന്ത്യക്ക് ഒന്നിനും കഴിയില്ല എന്നാണ്. 1962 ചൈന യുദ്ധകാലത്ത് അടിയന്തരമായി ആയുധങ്ങൾ ആവശ്യപ്പെട്ട് അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളെ സമീപിക്കേണ്ടി വന്ന ഒരു ഭൂതകാലം ഇന്ത്യക്കുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ ചിത്രം തിരുത്തി കുറിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ചരിത്രം പറയുന്നത് ഇന്ത്യയില്ലാതെ ആഗോള ആയുധ ചന്തയില്ല എന്നാണ്. 2014 കേവലം 1000 കോടി രൂപയായിരുന്ന ഇന്ത്യയുടെ പ്രതിരോധ കയറ്റുമതി ഇന്ന് 21,000 കോടി രൂപയും കടന്ന് കുതിക്കുകയാണ്. പ്രതിവർഷം $4 ബില്യൺ മൂല്യമുള്ള ആയുധങ്ങളാണ് ഇന്ത്യ ഇന്ന് ലോകത്തിന് വിൽക്കുന്നത്. ഇറക്കുമതിക്കാരൻ എന്ന ലേബലിൽ നിന്നും ലോകത്തെ വിശ്വസ്തനായ ആയുധ വിതരണക്കാരൻ എന്ന പദവിയിലേക്ക് ഇന്ത്യയെ മാറ്റിയെടുത്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദീർഘവീക്ഷണത്തോടെയുള്ള തദ്ദേശീയ നയങ്ങളാണ് എന്നതിൽ ആർക്കും തർക്കമുണ്ടാകില്ല. സത്യത്തിൽ ഇതൊരു പുതിയ ചരിത്രമല്ല, മറിച്ച് 2500 വർഷം മുൻപുള്ള നമ്മുടെ പ്രതാപകാലത്തിന്റെ പുനർജനിയാണ്. 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യയിൽ നിർമ്മിച്ചിരുന്ന ഊഡ് സ്റ്റീൽ എന്ന പ്രത്യേകതരം ഉരുക്കുവാളുകൾ വാങ്ങാൻ റോമുകാരും പേർഷ്യക്കാരും അറബികളും ഇന്ത്യയിലേക്ക് വന്നിരുന്നു. ലോകപ്രശസ്തമായ ഡമാസ്കസ് വാളുകൾ നിർമ്മിക്കാൻ പോലും ഉപയോഗിച്ചിരുന്നത് ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്ത ഉരുക്കായിരുന്നു. അന്ന് ഇന്ത്യയുടെ വാളിന്റെ മൂർച്ച കണ്ട് ലോകം അത്ഭുതപ്പെട്ടെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന്റെയും തേജസ് യുദ്ധവിമാനങ്ങളുടെയും ആകാശ് പ്രതിരോധ സംവിധാനങ്ങളുടെയും കരുത്ത് കണ്ടാണ് ലോകം അമ്പരക്കുന്നത്. കഥ മാറുന്നില്ല. ഇന്ത്യയുടെ സാങ്കേതിക മികവ് കൂടുതൽ കരുത്തോടെ പുതിയ രൂപത്തിൽ അവതരിക്കപ്പെടുന്നു എന്ന് മാത്രം ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യമുണ്ട്. UAEയുടെ സുരക്ഷയുടെ പ്രധാന ഉറപ്പ് എപ്പോഴും അമേരിക്കയായിരുന്നു. അമേരിക്കയുടെ ഏറ്റവും അത്യാധുനികമായ താഡ് പേട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ UAEയുടെ പക്കലുണ്ട്. എന്നിട്ടും അവർ എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ബ്രഹ്മോസിനും ആകാശ് തീറിനും പിന്നാലെ വരുന്നത്? അതിന് കാരണം ഇന്ത്യൻ സാങ്കേതിക വിദ്യയുടെ കൃത്യതയാണ്. ഡ്രോണുകളെയും മിസൈലുകളെയും തത്സമയം നിരീക്ഷിച്ച് കൃത്യമായി തകർക്കാൻ കെൽപ്പുള്ള AI അധിഷ്ഠിത സംവിധാനമാണ് ആകാശ് തീർ. വിദേശ രാജ്യങ്ങളുടെ കോടികൾ വിലയുള്ള സംവിധാനത്തെക്കാൾ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ കുറഞ്ഞ ചിലവിൽ ഇന്ത്യൻ ആയുധങ്ങൾക്ക് സാധിക്കുമെന്ന യാഥാർത്ഥ്യമാണ് ഗൾഫ് രാജ്യങ്ങളെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ഇത് മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രാൻഡിന് മേൽ ലോകത്തിനുള്ള വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്നു. ഇത് വെറും ഒരു കച്ചവടമല്ല സുഹൃത്തുക്കളെ, ഇത് ഇന്ത്യയുടെ ആഗോള തന്ത്രപരമായ സ്വാധീനത്തിന്റെ വലിയൊരു തെളിവാണ്.
പല രാജ്യങ്ങളും ബ്രഹ്മോസ് വാങ്ങിയത് ചൈനയുടെ ഭീഷണിയെ ചെറുക്കാനാണ്. വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഇന്ത്യയുടെ ആയുധങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഇതിനു പുറമെ തായ്ലൻഡ്, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങളും ഇന്ത്യൻ പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഒരു കാലത്ത് ചേരി ചേരാ നയം എന്ന് പറഞ്ഞ് അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെട്ടു നിന്ന ഇന്ത്യ ഇന്ന് ആത്മനിർഭർ ഭാരത് എന്ന നയത്തിലൂടെ ലോകത്തിന്റെ കാവൽക്കാരനായി മാറുകയാണ്. വിമർശകർ പലപ്പോഴും ചോദിക്കാറുണ്ട്, ഈ മാറ്റത്തിന് പിന്നിൽ നരേന്ദ്രമോദി എന്ന ഭരണാധികാരിക്ക് എന്താണ് പങ്കെന്ന്. അതിനുള്ള കൃത്യമായ മറുപടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ദീർഘവീക്ഷണത്തോടെയുള്ള നയങ്ങളുമാണ്. മുൻപ് നമ്മൾ കണ്ടത് ഫയലുകൾ ചുവപ്പ് നാടകളിൽ കുരുങ്ങിക്കിടക്കുന്ന അഴിമതി കഥകൾ നിറഞ്ഞ ആയുധങ്ങൾക്കായി വിദേശ രാജ്യങ്ങൾക്ക് മുന്നിൽ ക്യൂ നിൽക്കുന്ന ഒരു പ്രതിരോധ മന്ത്രാലയത്തെയായിരുന്നു. എന്നാൽ 2014 അധികാരമേറ്റത് മുതൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംവിധാനത്തെ ആകെ അഴിച്ചു പണിതു. ഒരു രാജ്യം ഇപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ആയുധങ്ങൾ മാത്രം ആശ്രയിച്ചാൽ, ഒരു യുദ്ധമുണ്ടാകുന്ന സമയത്ത് അവർ കൈവിട്ടാൽ നമ്മൾ അപകടത്തിലാകുമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. ഈ ചിന്തയിൽ നിന്നാണ് ആത്മനിർഭർ ഭാരത് അഥവാ സ്വയം പര്യാപ്തത എന്ന ആശയം പ്രതിരോധ മേഖലയിൽ നടപ്പിലാക്കുന്നത്. ഇതിനായി മോദി സർക്കാർ കൊണ്ടുവന്ന ഏറ്റവും വിപ്ലവകരമായ തീരുമാനമായിരുന്നു നെഗറ്റീവ് ഇമ്പോർട്ട് ലിസ്റ്റ്. അതായത് 100 കണക്കിന് ആയുധങ്ങളും പ്രതിരോധ സാമഗ്രികളും ഇനി വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യില്ലെന്നും അവ നിർബന്ധമായും ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണമെന്നും അദ്ദേഹം ഇത് കൊണ്ടുവന്നു. ഇത് ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ ഉത്തേജനമാണ് നൽകിയത്. DRDO, HAL തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങളെ കൂടുതൽ കാര്യക്ഷമമാക്കിയതോടെ ടാറ്റ, മഹീന്ദ്ര, L&T തുടങ്ങിയ ഇന്ത്യൻ സ്വകാര്യ കമ്പനികൾക്കും പ്രതിരോധ സാമഗ്രികൾ നിർമ്മിക്കാൻ വലിയ തോതിൽ അനുമതിയും ഫണ്ടും നൽകി. തദ്ദേശീയമായ യുദ്ധക്കപ്പലുകളും മിസൈലുകളും യുദ്ധവിമാനങ്ങളും നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ഇന്ത്യയുടെ പണം വിദേശത്തേക്ക് ഒഴുകുന്നത് നിന്നു എന്ന് മാത്രമല്ല, ഇന്ത്യൻ യുവാക്കൾക്ക് ഈ മേഖലയിൽ 10,000 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്തു. ഇനി അതോടൊപ്പം തന്നെ ഡിഫൻസീവ് ഡിപ്ലോമസി അഥവാ പ്രതിരോധ നയതന്ത്രം എന്ന പുതിയൊരു ശൈലി അദ്ദേഹം ലോകത്തിനു മുന്നിൽ കാഴ്ചവെച്ചു. ഇന്ത്യയിൽ ആയുധങ്ങൾ വെറുതെ നിർമ്മിക്കുക മാത്രമല്ല ചെയ്തത്, അത് അന്താരാഷ്ട്ര വിപണിയിൽ വിൽക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ അദ്ദേഹം നടത്തി. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധ സാങ്കേതിക വിദ്യകളെ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യാനും വിശ്വസ്തത ഉറപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു. വിദേശത്ത് നിന്ന് ആയുധങ്ങൾ വാങ്ങി ശീലിച്ച പഴയ ഇന്ത്യയിൽ നിന്നും സ്വന്തമായ ആയുധം നിർമ്മിച്ച് വിദേശത്ത് നിന്നും പണം ഇങ്ങോട്ട് കൊണ്ടുവരുന്ന പുതിയ ഇന്ത്യയിലേക്കുള്ള ദൂരം നരേന്ദ്രമോദി എന്ന ഭരണാധികാരിയുടെ തന്ത്രപരമായ വിജയമാണ്. ഇന്ത്യയുടെ പ്രതിരോധ കുതിപ്പിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇതിനെതിരെ ഉയർന്ന രാഷ്ട്രീയ വിമർശനങ്ങളെയും നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതി ഏറ്റവും കൂടുതൽ വിമർശിച്ച നേതാക്കളിൽ ഒരാളാണ് രാഹുൽ ഗാന്ധി. മേക്ക് ഇൻ ഇന്ത്യ എന്നത് വെറും ഒരു പരസ്യവാചകം മാത്രമാണെന്നും യഥാർത്ഥത്തിൽ അത് പരാജയമാണെന്നുമാണ് അദ്ദേഹം പലപ്പോഴും ആരോപിച്ചത്. ഇന്ത്യയിൽ വൻതോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനോ ഉൽപാദന മേഖലയിൽ വിപ്ലവം കൊണ്ടുവരാനോ ഈ പദ്ധതിക്ക് കഴിഞ്ഞിട്ടില്ലെന്നും വെറും ഫോട്ടോഷൂട്ടുകൾക്ക് മാത്രമാണ് ഇത് ഉപകരിച്ചതുമെന്നാണ് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷവും ഉന്നയിച്ച പ്രധാന വിമർശനം. പ്രതിരോധ മേഖലയിലെ വലിയ ഇടപാടുകളിൽ ഇപ്പോഴും വിദേശ കമ്പനികൾക്ക് തന്നെയാണ് പ്രാധാന്യമെന്നും റഫാൽ യുദ്ധവിമാനങ്ങൾ പോലെയുള്ളവ ഇപ്പോഴും വിദേശത്ത് നിന്ന് നേരിട്ട് വാങ്ങുകയാണെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിച്ചു. തദ്ദേശീയമായി നിർമ്മിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന പല സാങ്കേതിക വിദ്യകളുടെയും പ്രധാന ഭാഗങ്ങൾ ഇപ്പോഴും വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നവയാണെന്ന വിമർശനവും ഉയർന്നിട്ടുണ്ട്. എന്നാൽ പ്രതിപക്ഷത്തിന്റെ ഈ വിമർശനങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇന്ന് രാജ്യം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടങ്ങളിൽ പദ്ധതിയെ പരിഹസിച്ചവർക്ക് മുന്നിൽ UAEയും മറ്റു രാജ്യങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ഓർഡറുകളുമായി ഇന്ത്യൻ വാതിലിൽ മുട്ടുമ്പോൾ അത് മേക്ക് ഇൻ ഇന്ത്യയുടെ വിജയമായി തന്നെ ഭരണപക്ഷം ചൂണ്ടിക്കാണിക്കുകയാണ്. രാഷ്ട്രീയ തർക്കങ്ങൾ എന്തു തന്നെയായാലും ഒരു കാലത്ത് ആയുധങ്ങൾക്കായി ലോകത്തിനു മുന്നിൽ കൈനീട്ടിയ ഇന്ത്യ ഇന്ന് ആയുധങ്ങൾ വിൽക്കുന്ന രാജ്യമായി മാറിയെന്നത് തർക്കമില്ലാത്ത യാഥാർത്ഥ്യമാണ്. ചരിത്രപരമായ വസ്തുതകളും രാഷ്ട്രീയ തർക്കങ്ങളും അന്താരാഷ്ട്ര കരാറുകളും വിരൽ ചൂണ്ടുന്നത് ഒരേയൊരു സത്യത്തിലേക്കാണ്. ആഗോള പ്രതിരോധ ഭൂപടത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ നിർണായകമായ ഒരു ഘട്ടത്തിലാണ്. ഒരു രാജ്യത്തിന്റെ പരമാധികാരവും അന്തസ്സും അളക്കപ്പെടുന്നത് അത് മറ്റുള്ളവരെ എത്രത്തോളം ആശ്രയിക്കുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയല്ല, മറിച്ച് സ്വന്തം കാലിൽ നിൽക്കാനുള്ള അതിൻ്റെ പ്രാപ്തിയെ ആശ്രയിച്ചാണ്. സുരക്ഷാ കാര്യങ്ങളിൽ
സ്വാശ്രയത്വം കൈവരിക്കുക എന്നത് വെറുമൊരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഇന്ത്യയെ പോലെ വലിയൊരു രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണെന്ന് നാം തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് വെറുമൊരു ആയുധ കച്ചവടത്തിനല്ല, രണ്ട് ധ്രുവങ്ങളിലായി നിന്നിരുന്ന ആഗോള രാഷ്ട്രീയ ക്രമത്തിൽ ഇന്ത്യ സ്വന്തമായി ഒരു മൂന്നാം ശക്തിയായി ഉദിച്ചുയരുന്ന കാഴ്ചയാണിത്. പ്രതിരോധ മേഖലയിൽ കൈവരിച്ച ഈ മുന്നേറ്റം വരും തലമുറയ്ക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. സാങ്കേതിക വിദ്യയിലും ശാസ്ത്രത്തിലും ഇന്ത്യ ആർക്കും പിന്നിലല്ലെന്ന ആത്മവിശ്വാസം ഇത് രാജ്യത്തെ യുവാക്കൾക്ക് നൽകുകയാണ്. പ്രതിരോധ ഗവേഷണങ്ങൾക്കായി ഇന്ത്യയിലെ സർവകലാശാലകളും സ്റ്റാർട്ടപ്പുകളും ഇന്ന് കൈകോർക്കുമ്പോൾ അത് രാജ്യത്തിന്റെ സമഗ്രമായ വികസനത്തിനാണ് വഴി തുറക്കുന്നത്. ഇന്ത്യയുടെ ഈ നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.